ലോക ജാതികളെക്കാൾ വീണ്ടെടുക്കപ്പെട്ട നിനക്ക് ഒരു വേർപാടുണ്ടായിരിക്കണം. നിന്റെ സ്ഥാനം വേറെ, അവരുടെ സ്ഥാനം വേറെ. നീ യേശുവിന്റെ സ്വത്ത്, അവർ വേറെ. ഹല്ലേലൂയ. അവർ ഉത്സവപ്പറമ്പിൽ പോയില്ല, അവർ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു. അവിടെ കൊട്ടുവാദ്യങ്ങളും ചെണ്ടമേളകളും ഒക്കെ നടന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ആമേൻ സന്തോഷിക്കുന്ന സമയത്ത് ഈ 10ാമത്തെ അതേ നാളിൽ, ആ പെന്തക്കോസ്ത് നാളിൽ സ്വർഗം തുറന്നു. കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് കാത്തിരുന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അമ്മയും ഉൾപ്പെട്ട 120 പേരടങ്ങുന്ന സംഘം ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. അവർ ഇരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു. അവരെല്ലാവരും അന്യഭാഷ പറഞ്ഞു. മാത്രമല്ല, അവരുടെ നാവിനെ വന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അഗ്നി ജ്വാലയ്ക്കൊത്തവണ്ണമായ നാവ് അവർക്ക് പ്രത്യക്ഷമായി. ആമേൻ, സ്തോത്രം. ആ അഗ്നിയുടെ വിശേഷത എന്താണ്? നാവിലെ അശുദ്ധിയെ അകറ്റിക്കളഞ്ഞു, ജീവിതത്തിന്റെ അശുദ്ധിയെ എരിച്ചു കളഞ്ഞു. അത് മാത്രമാണോ? ഈ അഗ്നി ജ്വാലയ്ക്കൊത്തവണ്ണമായ നാവുകൾ പ്രത്യക്ഷമായത് മാത്രമല്ല, ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അതാണോ എഫെസ്യർ 1:14, എഫെസ്യർ 4:30 ഇങ്ങനെ പറയുന്നു: വീണ്ടെടുപ്പിന്റെ നാളിനായി മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിൽപ്പിക്കരുത്. ആമേൻ. വീണ്ടെടുപ്പിന്റെ നാളിനായി അവകാശത്തിന്റെ അച്ചാരമായി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് വേദപുസ്തകത്തിൽ പറയുന്നത്, അത് ആ പരിശുദ്ധാത്മാവിന്റെ മുദ്ര വിളിച്ചു പറയുന്നത് നിനക്കൊരു വീണ്ടെടുപ്പ് നാളുണ്ട്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ മുദ്ര വിളിച്ചു പറയുന്നത്, ആമേൻ, സ്തോത്രം, നിനക്കൊരു അവകാശമുണ്ട്. ഈ മുദ്ര അച്ചാരമാണ്.